ഹരികൃഷ്ണ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിലെ കലാവതി കലാലാപ കാന്ത കാദംബരി പ്രിയ വരദ വാമനയന വാരുണി മദവിഹ്വല എന്ന 74-ാമത്തെ ശ്ലോകം വരെയുള്ള അർത്ഥമാണ് പറഞ്ഞത്. ഇനി 75-ാമത്തെ ശ്ലോകമായ വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചലനിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായാവിലാസിനി എന്നതിലെ ആദ്യത്തെ നാമമായ വിശ്വാധിക, അതായത് ദേവിയുടെ 334-ാമത്തെ നാമമായ വിശ്വാധിക, ഈ പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന മഹാശക്തി, അതായത് ഈ കാണുന്ന അനന്തമായ പ്രപഞ്ചത്തെക്കാൾ വലുതാണ് പരാശക്തി. പ്രപഞ്ചം അവളിൽ അടങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും അവൾ പ്രപഞ്ചത്തിന് അപ്പുറം അനന്തമായി വ്യാപിച്ചു കിടക്കുന്നു. ദേവി തന്നെയാണ് ഈ വിശ്വം സൃഷ്ടിച്ചത്. വിശ്വമുണ്ടാകുന്നതിനു മുമ്പേ ഇവിടെ ഉള്ളവളാണ് ദേവി. ഈ ലോകം എന്ന സങ്കല്പം തന്നെ നിലനിൽക്കുന്നത് ആ വിശ്വാധികയായ അമ്മയുടെ ഉള്ളിലാണ്. വിശ്വാധിക എന്നാൽ പൃഥ്വി മുതൽ ശിവതത്വം വരെയുള്ള 36 തത്വങ്ങളടങ്ങിയ വിശ്വത്തെയും അതിക്രമിക്കുന്നവൾ എന്നും അർത്ഥമുണ്ട്. ഇനി ദേവിയുടെ 335-ാമത്തെ നാമമായ വേദവേദ്യ, വേദങ്ങളിലൂടെ അറിയപ്പെടേണ്ടവൾ. ലോകത്തിലെ ഏറ്റവും പുരാതനമായ ജ്ഞാനസമ്പാദ്യമാണ് വേദങ്ങൾ. 4 വേദങ്ങളും ആത്യന്തികമായി ചെന്നു നിൽക്കുന്നത് ഒരേയൊരു സത്യത്തിലാണ്. അത് പരാശക്തിയാണ്. വേദം എന്നാൽ അറിവ്, ജ്ഞാനം. ശരിയായ ജ്ഞാനത്തിലൂടെ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ചൈതന്യമാണ് ദേവി. നമ്മൾ പഠിക്കുന്ന സകല വിദ്യകളും ചെന്നു ചേരുന്നത് എവിടെയാണോ ആ പരമസത്യമാണ് വേദവേദ്യ. വേദങ്ങൾ എന്ന വിളക്കിൻ്റെ സഹായത്തോടെ നമ്മൾ ചെന്നെത്തേണ്ട ലക്ഷ്യസ്ഥാനമാണ് വേദവേദ്യയായ ദേവി. ഇനി ദേവിയുടെ 336-ാമത്തെ നാമമായ വിന്ധ്യാചല നിവാസിനി, വിന്ധ്യാപർവ്വതത്തിൽ വസിക്കുന്നവൾ എന്നർത്ഥം. ദേവി മഹാത്മ്യത്തിൽ ദേവി നന്ദ എന്ന പേരിൽ അവതരിച്ച് വിന്ധ്യാചലത്തിൽ വെച്ചാണ് സുംബനിശുംബന്മാരെ വധിച്ചത്. ആ വധം കഴിഞ്ഞതിന് ശേഷം അമ്മ അവിടെ തന്നെ വസിക്കുന്നു എന്നാണ് വിശ്വാസം. പ്രകൃതിയുടെ വന്യമായ ഭംഗിയും ശക്തിയും നിറഞ്ഞ ഇടമാണ് വിന്ധ്യാചലം. അവിടെ വസിക്കുന്നവൾ എന്നതിലൂടെ അമ്മ പ്രകൃതിയുടെ സംരക്ഷകയാണെന്ന് വെളിപ്പെടുത്തുന്നു. അതായത് ഭാരതത്തിൻ്റെ ഹൃദയഭാഗമായ വിന്ധ്യാപർവ്വതത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തെ മുഴുവൻ വീക്ഷിക്കുകയും കാത്തുരക്ഷിക്കുകയും ചെയ്യുന്ന ശക്തിയാണ് വിന്ധ്യാചല നിവാസിനി. ഇനി ദേവിയുടെ 337-ാമത്തെ നാമമായ വിധാത്രി, ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നവൾ. ഈ ലോകത്തിലെ സകല ചരാചരങ്ങളെയും ഒരു അമ്മ കുഞ്ഞിനെ എന്ന പോലെ പരിപാലിക്കുകയും താങ്ങി നിർത്തുകയും ചെയ്യുന്നവളാണ് ദേവി. കൂടാതെ വിധാതാവിൻ്റെ, അതായത് ബ്രഹ്മാവിൻ്റെ പത്നിയായ സരസ്വതി ദേവി എന്നും അർത്ഥമുണ്ട്. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ അതിനാവശ്യമായ ജ്ഞാനം നൽകുന്നത് പത്നിയായ വിധാത്രിയാണ്. അറിവില്ലാതെ സൃഷ്ടി സാധ്യമല്ലല്ലോ. ബ്രഹ്മാവിന് സൃഷ്ടി നടത്താനുള്ള ശക്തി നൽകുന്നവൾ. ശക്തിയില്ലാതെ ബ്രഹ്മാവിനും ഒന്നും ചെയ്യാൻ കഴിയില്ല. വിധാത്രി എന്നത് സരസ്വതി ആയതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കിലും അക്ഷരത്തിലും ദേവി വസിക്കുന്നു. ഇനി ദേവിയുടെ 338-ാമത്തെ നാമമായ വേദജനനി, വേദങ്ങളുടെ മാതാവ്. അതായത് വിധാത്രി ബ്രഹ്മാവിൻ്റെ പത്നിയാണെന്ന് പറഞ്ഞല്ലോ.
ബ്രഹ്മാവിൻ്റെ പത്നിയായ സരസ്വതി തന്നെയാണ് സകല ജ്ഞാനത്തിൻ്റെയും ഉറവിടമായ വേദങ്ങളെ പ്രസവിച്ചവൾ എന്ന് ഈ നാമം വ്യക്തമാക്കുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളും ഉത്ഭവിച്ചത് പരാശക്തിയിൽ നിന്ന് തന്നെയാണ്. ലോകത്തിന് വേണ്ട പരമമായ ജ്ഞാനം നൽകിയവളായതുകൊണ്ട് അവൾ വേദജനനിയാണ്. വേദങ്ങൾ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടതല്ല, അത് അപൗരുഷേയമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈശ്വരൻ്റെ ശ്വാസമായിട്ടാണ് വേദങ്ങൾ പുറത്തു വന്നത്. ആ ശ്വാസത്തിന് കാരണമായ ചൈതന്യം ദേവിയായിരുന്നു. ഗായത്രി ദേവിയാണ് വേദങ്ങളുടെ മാതാവായി അറിയപ്പെടുന്നത്. ഒരു അമ്മ തൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ വഴിതെറ്റാതിരിക്കാൻ ഉപദേശങ്ങൾ നൽകുന്നത് പോലെ മനുഷ്യരാശിക്ക് ധർമ്മവും സത്യവും മനസ്സിലാക്കി കൊടുക്കാൻ അമ്മ വേദങ്ങളായി അവതരിച്ചു. ഇനി ദേവിയുടെ 339 നാമമായ വിഷ്ണുമായ. സകല വേദങ്ങളെയും പ്രസവിച്ച അറിവിൻ്റെ രൂപമായ അമ്മ ഈ ലോകമാകുന്ന നാടകം നിലനിർത്താൻ വേണ്ടി സ്വീകരിക്കുന്ന ഭാവമാണ് വിഷ്ണുമായ. വിഷ്ണു എന്നാൽ സർവവ്യാപി. അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ പരമാത്മാവിൻ്റെ മായാശക്തി, ഈ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായിരിക്കുന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ ശക്തിയാണ് വിഷ്ണുമായ. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ എൻ്റെ മായയെ മറികടക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലെ മായയാണ് ദേവി. മായ എന്നാൽ ഇല്ലാത്തതിനെ ഉള്ളതായി തോന്നിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. മായയെ പലപ്പോഴും അജ്ഞാനം എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ മായ എന്നത് അമ്മയുടെ ഒരു ലീലയാണ്. ഈ ലോകം സത്യമാണെന്ന് നമുക്ക് തോന്നുന്നത് അമ്മയുടെ ഈ മായ കാരണമാണ്. ഈ മായയിൽ കുടുങ്ങിക്കിടക്കുന്നവന് ലോകം ദുഃഖകരമായിരിക്കും. എന്നാൽ ഇത് അമ്മയുടെ മായയാണെന്ന് തിരിച്ചറിയുന്ന ഭക്തന് പിന്നെ ദുഃഖമില്ല. നമ്മെ മായയിൽ തളച്ചിടുന്നതും ആ മായയെ നീക്കി മോക്ഷം നൽകുന്നതും അമ്മ തന്നെയാണ്. ഇനി ദേവിയുടെ 340 നാമമായ വിലാസിനി. ആവരണം, വിക്ഷേപം എന്നീ 2 ശക്തികളിൽ മായയുടെ വിക്ഷേപ ശക്തിയാണ് വിലാസിനി. അതായത് മായയ്ക്ക് 2 ഭാവങ്ങളാണുള്ളത്. ഒന്ന് ആവരണ ശക്തി, അത് സത്യത്തെ മറച്ചു വയ്ക്കുന്നു. ഇരുട്ട് ഒരു വസ്തുവിനെ മറക്കുന്നത് പോലെയാണ് ഈ ആവരണ ശക്തി. രണ്ടാമത്തേത് വിക്ഷേപ ശക്തി, ഇത് ഇല്ലാത്തതിനെ ഉള്ളതായി കാണിക്കുന്നു. ഇരുട്ടിൽ കയറിനെ പാമ്പായി തോന്നിപ്പിക്കുന്നത് പോലെ. അതായത് ഒരു ഇരുട്ടുള്ള സ്ഥലത്ത് ഒരു കയർ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും അത് പാമ്പാണെന്ന്. എന്നാൽ ലൈറ്റ് അടിച്ചു നോക്കിയാൽ മനസ്സിലാവും അത് പാമ്പല്ല, കയറാണ് എന്ന്. ആ ഒരു അവസ്ഥയാണ് വിക്ഷേപശക്തി. ഇതിൽ വിലാസിനി എന്ന നാമം വിക്ഷേപശക്തിയെ സൂചിപ്പിക്കുന്നു. ഏകമായ ആ പരമാത്മ ചൈതന്യത്തെ അനന്തമായ രൂപങ്ങളായും നിറങ്ങളായും ശബ്ദങ്ങളായും വിക്ഷേപിച്ചു കാണിക്കുന്ന ദേവിയുടെ ലീലയാണ് വിലാസിനി. അമ്മയുടെ ഈ വിലാസം കാരണമാണ് നമുക്ക് ഈ ലോകം ഇത്ര വൈവിധ്യമായി തോന്നുന്നത്. ഇനി 76 ശ്ലോകം നോക്കാം. ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധിവിനിർമുക്ത ക്ഷേത്രപാലസമർച്ചിത. ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ ക്ഷേത്രസ്വരൂപ, അതായത് ദേവിയുടെ 341 നാമം ക്ഷേത്രസ്വരൂപ. ക്ഷേത്രം എന്നാൽ നമ്മുടെ ശരീരം തന്നെയാണ്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, ഇദം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യപി
ധീയതേ. അതായത് അർജുന, ഈ ശരീരമാണ് ക്ഷേത്രം. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം ദേവി വസിക്കുന്ന ക്ഷേത്രമാണ്. നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം അതിനെ ബഹുമാനിക്കാൻ തുടങ്ങുന്നത്. ഈ ക്ഷേത്രത്തിനുള്ളിലിരിക്കുന്ന ക്ഷേത്രജ്ഞൻ, അതായത് ആത്മാവ് പരമശിവനും ആ ക്ഷേത്രത്തിൻ്റെ രൂപം ശരീരം പരാശക്തിയുമാണ്. ഉള്ളിലിരിക്കുന്ന ദൈവത്തെ അറിയാൻ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെ നാം ശുദ്ധമായി സൂക്ഷിക്കണം. കൂടാതെ നമ്മൾ പോകുന്ന ആരാധനാലയങ്ങളിലും ക്ഷേത്രങ്ങളും ദേവി സ്വരൂപം തന്നെയാണ്. ഇനി ദേവിയുടെ 342 നാമമായ ക്ഷേത്രേശി, ക്ഷേത്രത്തിൻ്റെ ഈശ്വരി. ശരീരം ക്ഷേത്രമാണെങ്കിൽ അതിനെ ചലിപ്പിക്കുന്ന ജീവശക്തിയാണ് ക്ഷേത്രേശി. 36 തത്വങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിന് ഒരു നാഥയുണ്ട്. ആ നാഥയാണ് ക്ഷേത്രേശി. നമ്മുടെ ഉള്ളിലെ 36 തത്വങ്ങളും, അതായത് ബുദ്ധി, അഹങ്കാരം, പഞ്ചഭൂതങ്ങൾ തുടങ്ങിയവ യഥാക്രമം പ്രവർത്തിക്കുന്നത് ക്ഷേത്രേശിയുടെ കൽപ്പന പ്രകാരമാണ്. ഒരു യന്ത്രത്തിന് വൈദ്യുതി എങ്ങനെയോ അതുപോലെ ഈ ശരീരമാകുന്ന യന്ത്രത്തിന് ക്ഷേത്രേശിയായ അമ്മ ഊർജം നൽകുന്നു. അവൾ ഈ ക്ഷേത്രത്തിൽ നിന്നും പിന്മാറിയാൽ ശരീരം വെറും ജഡമായി മാറുന്നു. ഇനി ദേവിയുടെ 343 നാമമായ ക്ഷേത്രജ്ഞ പാലിനി. നമ്മുടെ ശരീരത്തിൻ്റെയും അതിനുള്ളിലിരിക്കുന്ന ജീവാത്മസ്വരൂപത്തിൻ്റെയും സംരക്ഷക ആയവൾ. ജഡമായ ശരീരത്തെയും അതിനുള്ളിലുള്ള ചൈതന്യവത്തായ ആത്മാവിനെയും ഒരുപോലെ സംരക്ഷിക്കുകയും അവയെ തമ്മിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നവളാണ് ദേവി. അതായത് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത് ആത്മാവുള്ളത് കൊണ്ടാണ്. എന്നാൽ ആത്മാവിന് ഈ ലോകത്ത് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ശരീരം ആവശ്യമാണ്. ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ രണ്ടവസ്ഥയെയും കാത്തു സൂക്ഷിക്കുന്നത് അമ്മയാണ്. ഇനി ദേവിയുടെ 344 നാമമായ ക്ഷയവൃദ്ധിവി നിർമുക്ത. ക്ഷയം എന്നാൽ നശിക്കുക, വൃദ്ധി വളരുക, വിനിർമുക്ത ഇവയ്ക്കെല്ലാം അതീതയായവൾ. അതായത് ജനനം, വളർച്ച, തളർച്ച, മരണം എന്നിങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കുമുണ്ട്. എന്നാൽ ദേവിക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഒന്നുമില്ല. അവൾ എന്നും ഒരേപോലെ ഇരിക്കുന്ന നിത്യസത്യമാണ്. നമ്മുടെ ശരീരത്തിന് ബാല്യം, യൗവനം, വാർദ്ധക്യം എന്നിങ്ങനെ വൃദ്ധിയും ക്ഷയവുമുണ്ട്. മനസ്സിന് സന്തോഷവും ദുഃഖവും മാറി മാറി വരുന്നു. ചന്ദ്രൻ പോലും വളരുകയും കുറയുകയും, അതായത് അമാവാസിയും പൗർണമിയും പോലെ വളരുകയും കുറയുകയും ചെയ്യുന്നു. എന്നാൽ ഇവയ്ക്കെല്ലാം സാക്ഷിയായി നിൽക്കുന്ന ആത്മചൈതന്യം ഒന്നിനാലും മാറ്റം സംഭവിക്കാത്തതാണ്. ആ മാറ്റമില്ലാത്ത പരമാത്മശക്തിയാണ് ക്ഷയവൃദ്ധിവി നിർമുക്ത. ഇനി ദേവിയുടെ 345 നാമമായ ക്ഷേത്രപാലസമർച്ചിത. ക്ഷേത്രപാലനാൽ ആരാധിക്കപ്പെടുന്നവൾ. ശിവന്റെ തന്നെ ബാലമൂർത്തിയാണ് ക്ഷേത്രപാലൻ. ശിവൻ ബാലമൂർത്തിയായി തീർന്നതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ദാരുകാസുരൻ ബ്രഹ്മാവിൽ നിന്നും ഒരു വരം നേടിയിരുന്നു. ഒരു പുരുഷനാൽ താൻ വധിക്കപ്പെടരുത് എന്നായിരുന്നു ആ വരം. സ്ത്രീകളെ അബലകളായി കരുതിയിരുന്ന ദാരുകൻ അഹങ്കാരിയായി. അങ്ങനെ ദേവന്മാരുടെയും ഋഷിമാരുടെയും ആവശ്യപ്രകാരം ദേവി ആ അസുരനെ വധിച്ചു. ദേവി കാളിയുടെ രൂപമെടുത്താണ് ദാരുകനെ വധിച്ചത്. അസുരവധത്തിന് ശേഷവും കാളിയുടെ ക്രോധം ശമിച്ചില്ല.
കാളിയുടെ ക്രോധാഗ്നിയിൽ ലോകമാകെ ദഹിക്കുമെന്നായപ്പോൾ ശിവൻ ഒരു കൈക്കുഞ്ഞിൻ്റെ രൂപം പൂണ്ട് അമ്മയുടെ മുന്നിൽ കിടന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട ദേവിയുടെ കോപം തണുത്തു. ദേവി വാത്സല്യത്തോടെ കുഞ്ഞിനെ വാരിയെടുത്ത് മുലയൂട്ടാൻ തുടങ്ങി. അങ്ങനെ മാതൃവാത്സല്യത്തിൽ ദേവിയുടെ കോപം തണുത്തു. അങ്ങനെ കുഞ്ഞിൻ്റെ രൂപമെടുത്ത ആ ശിവന്റെ പേരാണ് ക്ഷേത്രപാലകൻ. ശിവന്റെ ബാലമൂർത്തി ഭാവം. ആ ക്ഷേത്രപാലനാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നാണ് അർത്ഥം. അർത്ഥം പറഞ്ഞ നാമങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. വിശ്വാധിക വേദവേദ്യ വിന്ധ്യാചലനിവാസിനി വിധാത്രി വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി ക്ഷയവൃദ്ധിവിനിർമുക്ത ക്ഷേത്രപാലസമർച്ചിത. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.